2025-26 അധ്യയന വർഷത്തെ ഹൈസ്കൂൾ പെങ്ങാമുക്കിൻ്റെ പ്രവർത്തന വാർഷിക റിപ്പോർട്ട്. പുതിയ പ്രതീക്ഷകളുമായാണ് 2025-26 അധ്യയന വർഷത്തിന് തുടക്കമായത്. ജൂൺ 2 അറിവിൻ്റെ വെളിച്ചം തേടിയെത്തിയ കുരുന്നുകളെ മധുരം നൽകിയാണ് വിദ്യാലയം വരവേറ്റത്. SSLC പരീക്ഷയിൽ തുടർച്ചയായി 8ാം വർഷവും 100% വിജയം കൈവരിക്കാനായത് ഈ വർഷാരംഭത്തിന് കൂടുതൽ തിളക്കമേകി. പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ പരിപാടികൾ ആരംഭിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് MD കോളേജുമായി സഹകരിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും പരിസ്ഥിതി സംരക്ഷണ സന്ദേശം വിളിച്ചോതുന്ന ബോധവൽക്കരണ റാലിയും ഇതിൻ്റെ ഭാഗമായി നടന്നു. കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുന്നതിനായി അധ്യയന വർഷത്തിന്റെ ആദ്യ 2 ആഴ്ചകളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കി. ലഹരി വിരുദ്ധ സ്കിറ്റുകൾ, സുരക്ഷിത യാത്രയെക്കുറിച്ചുള്ള ക്ലാസുകൾ, പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വായനയുടെ ലോകം തുറന്നിട്ടുകൊണ്ട് ജൂൺ 19 മുതൽ ഒരു മാസം നീണ്ടുനിന്ന വായനാ മാസം ആചരിച്ചു. വിവിധ രചനാ മത്സരങ്ങൾ, പ്രസംഗങ്ങൾ, പുസ്തക പ്രദർശനം, ഭാഷാ അസംബ്ലികൾ എന്നിവ കുട്ടികളിലെ സർഗവാസനകളെ ഉണർത്തുന്നതായിരുന്നു. ലഹരി എന്ന വിപത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ച സൂംബ ഡാൻസ് ലഹരി വിരുദ്ധ സന്ദേശം പകർന്നു നൽകുന്ന വേറിട്ടൊരു അനുഭവമായി മാറി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ജൂലൈ 5 വിപുലമായി ആചരിച്ചു. ബഷീർ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം, ഓൺലൈൻ മത്സരങ്ങൾ, സ്കിറ്റ്, ക്വിസ് എന്നിവയിലൂടെ മലയാള സാഹിത്യത്തിലെ ആ അതുല്യ പ്രതിഭയെ വിദ്യാർത്ഥികൾ ഹൃദയപൂർവ്വം സ്മരിച്ചു. വിദ്യാർത്ഥികളിൽ അടിസ്ഥാന വിദ്യാഭ്യാസ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ആവിഷ്കരിച്ച ശ്രദ്ധാ പദ്ധതിക്ക് നമ്മുടെ വിദ്യാലയവും വേദിയായി. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും അവരെ മികവിലേക്ക് നയിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ സ്മരണ പുതുക്കി ജൂലൈ 21 വിദ്യാലയത്തിൽ ചാന്ദ്രദിനം വിപുലമായി ആഘോഷിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ വിവിധ ചാർട്ടുകളുടെ പ്രദർശനവും ആവേശകരമായ ചാന്ദ്രദിന ക്വിസ് മത്സരവും ഇതിന്റെ ഭാഗമായി നടന്നു. വ്യക്തിവികാസത്തിൽ നിർണായകമായ കൗമാരപ്രായത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രത്യേക അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. കൗമാരത്തിലെ ലൈംഗിക വിദ്യാഭ്യാസം, ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമുഖ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീ ധനീഷ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗണിതത്തോടുള്ള ഭയം മാറ്റി കുട്ടികളിൽ താൽപ്പര്യവും അറിവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 8 ഗണിതശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ നടത്തി. യുക്തിചിന്തയും ഗണിത വേഗവും പരിശോധിക്കുന്ന ഒട്ടേറെ സർഗാത്മക പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി അരങ്ങേറി. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരദേശാഭിമാനികളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ഓഗസ്റ്റ് 15 വിപുലമായി ആഘോഷിച്ചു. ഗണിതശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന പതാക നിർമ്മാണ മത്സരം ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷപ്പകർച്ചയുമായി കുട്ടികൾ ചിറക്കൽ സെൻറ്ററിലേക്ക് റാലി നടത്തി. ദേശഭക്തിയും ആവേശവും നിറഞ്ഞ പരിപാടികളോടെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം അവിസ്മരണീയമായി മാറി. ഈ അധ്യയന വർഷത്തിലെ കലാകായിക മത്സരങ്ങൾ കൂടുതൽ ആവേശകരമാക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ പോലെ തന്നെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ എന്നിങ്ങനെ 4 ഹൗസുകളായി തിരിച്ചു. കുട്ടികളിൽ മത്സരബുദ്ധിയും ഒത്തൊരുമയും വളർത്താൻ ഈ ഗ്രൂപ്പ് തിരിക്കൽ ഏറെ സഹായകമായി. കായിക വേദികളിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച പ്രതിഭകൾക്ക് ചിറക്കൽ സെൻറ്ററിൽ വെച്ച് ആദരവ് നൽകി. സംസ്ഥാന ഒളിമ്പിക്സിൽ തായ്ക്കൊണ്ട മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദിന നദീർ, സംസ്ഥാന ഇൻക്ലൂസീവ് അണ്ടർ 14 ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ആൽവിൻ സിംസൺ എന്നിവരെയും അവർക്ക് മികച്ച പരിശീലനം നൽകിയ അധ്യാപകരെയും പിന്തുണച്ച രക്ഷിതാക്കളെയും അനുമോദന യോഗത്തിൽ വെച്ച് ആദരിച്ചു. വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയാഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂൾ തലത്തിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളകൾ സംഘടിപ്പിച്ചു. ഉപജില്ലാതല പ്രവൃത്തി പരിചയ മേളയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മിഴി, ഫാത്തിമത്തുൽ സഹറ എന്നിവർ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭിമാന താരങ്ങളായി. വിദ്യാർത്ഥികളിൽ ആവേശമുണർത്തിക്കൊണ്ട് കലോത്സവവും കായികോത്സവവും വിദ്യാലയത്തിലെ ആഘോഷമായി മാറി.
സ്കൂൾ തലത്തിൽ മികവ് തെളിയിച്ച പ്രതിഭകൾ ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ പങ്കെടുക്കുകയും ശ്രദ്ധേയമായ വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തു. ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ വിജയക്കൊടി നാട്ടിയ വിവരം ഈ അവസരത്തിൽ ഏറെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ക്ലാക്സൺ, ഹംന, അബ്ദുള്ള, അനസ്, അസ്ലം, അമീൻ എന്നിവരാണ് ഈ വിജയ കൊടുമുടിയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത്. ശ്രീകൃഷ്ണ സ്കൂളിൽ വെച്ച് നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കി. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി സെപ്റ്റംബറിൽ കലാകൃതി 2K25 എന്ന പേരിൽ നടത്തിയ സ്കൂൾ കലോത്സവം മികച്ച പങ്കാളിത്തം, സംഘടനാ മികവും കൊണ്ട് വലിയ വിജയമായി. വിദ്യാർത്ഥികളുടെ നൃത്തേതര പരിപാടികൾ കാണികളിൽ ഉത്സവ പ്രതീതി ഉണർത്തി. നമ്മുടെ വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച ദേവനന്ദ ടീമിൻ്റെ മംഗലം കളിയും മുഹമ്മദ് ഹാദിയുടെ മാപ്പിളപ്പാട്ടും ഈ വർഷത്തെ കലോത്സവ വേദികളിൽ ആവേശമായി. ഉപജില്ലാ തലത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ ഇനങ്ങൾ ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയം നേടി വിദ്യാലയത്തിന് അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചു. PTA, MPTA എന്നിവരുടെ സഹകരണത്തോടെ ഈ വർഷത്തെ ഓണാഘോഷം നിറവോണം 2K25 എന്ന പേരിൽ അതിഗംഭീരമായി കൊണ്ടാടി. ആവേശമുണർത്തിയ ശിങ്കാരിമേളം, മനോഹരമായ ഓണപ്പാട്ടുകൾ, വർണ്ണാഭമായ പൂക്കള മത്സരങ്ങൾ എന്നിവ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ ഇനം ഓണക്കളികളും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആനന്ദകരമായ അനുഭവമായി മാറി. കേരളത്തിലെ ഏറ്റവും വലിയ അറിവുത്സവമായ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് UP വിഭാഗത്തിൽ എൽദോ 1ാം സ്ഥാനവും ഗായത്രി 2ാം സ്ഥാനവും നേടി വിജയിച്ചു. HS വിഭാഗത്തിൽ അതുൽ കൃഷ്ണ 1ാം സ്ഥാനവും സുദേവ് 2ാം സ്ഥാനവും നേടി. കേരളത്തിൻ്റെ തനത് സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതിക്കൊണ്ട് ഇത്തവണത്തെ കേരള പിറവി ദിനം അതിഗംഭീരമായി സംഘടിപ്പിച്ചു. കേരളീയ വേഷമണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ വിദ്യാലയമുറ്റത്ത് ഒരു മിനി കേരളം തന്നെ തീർത്തു. മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും മഹത്വം വിളിച്ചോതുന്ന വിവിധ കലാരൂപങ്ങളും പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. എല്ലാ കുട്ടികളെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ വിവിധ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ സജീവമായി പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ പ്രതിഭകൾ വിവിധ ഇനങ്ങളിൽ സമ്മാനാർഹരായത് വിദ്യാലയത്തിന് വലിയ അഭിമാനമായി. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും പ്രായോഗിക അറിവുകൾ പകർന്നു നൽകുന്നതിനുമായി ഈ വർഷത്തെ ഉല്ലാസയാത്രകൾ സംഘടിപ്പിച്ചു. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്രകൃതി ഭംഗി തുളുമ്പുന്ന മൂന്നാറിലേക്ക് യാത്ര നടത്തി. UP വിഭാഗം വിദ്യാർത്ഥികൾ ചരിത്രമുറങ്ങുന്ന എറണാകുളം ഹിൽ പാലസ്, ആധുനിക യാത്രാ വിസ്മയമായ വാട്ടർ മെട്രോ, മറൈൻ ഡ്രൈവ്, ലുലു മാൾ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. പിന്നിലെ സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് കടന്നുവന്ന ക്രിസ്മസ് ഈവ് നോയൽ നോക്സ് 2K25 സ്കൂൾ അങ്കണത്തിൽ തിരികൾ തെളിഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ, മത്സരബുദ്ധിയോടെ കടന്നുവന്ന കരോൾ ഗാനങ്ങൾ, ക്രിസ്മസ് ട്രീ മത്സരം, അധ്യാപക അനധ്യാപക രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തം എന്നിവ പരിപാടിയുടെ നല്ല നടത്തിപ്പിന് സഹായിച്ചു. NMMS, USS തുടങ്ങിയ പരീക്ഷകൾ സമയാനുസൃതമായി സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ സന്നദ്ധ സേവന മനോഭാവം, ആരോഗ്യ അവബോധം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ വളർത്തിയെടുക്കുക, സാമൂഹ്യക്ഷേമത്തിനായി സജീവമായി സംഭാവന ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, സേവനാധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന റെഡ് ക്രോസിൻ്റെ A-B-C ലെവൽ പരീക്ഷകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 100% വിജയം കൈവരിച്ചു. കുട്ടികളിലെ മികവ് വർദ്ധിപ്പിക്കുന്നതിനും സഭാകമ്പം ഇല്ലാതാക്കുന്നതിനും സ്വന്തം കഴിവുകൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് മുൻവർഷം തയ്യാറാക്കിയ മറ്റൊരു പദ്ധതിയായിരുന്നു റിഫ്ലക്ഷൻ 2025. ഈ പദ്ധതിയുടെ നടത്തിപ്പിലും നമ്മുടെ വിദ്യാലയം ഒരു കൈത്താങ്ങായി കുട്ടികൾക്ക് ഒപ്പം തന്നെയുണ്ട്. ഏതൊരു വിദ്യാർത്ഥിയെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഗൃഹാന്തരീക്ഷത്തിനുള്ള പങ്ക് ചെറുതല്ല. അവരുടെ സർഗാത്മകതയുടെയും ഭാവനയുടെയും ചിറകുകൾ വിടർന്നു തുടങ്ങുന്നത് വീട്ടിൽ നിന്നുമാണ്.
മികച്ച ഗൃഹാന്തരീക്ഷം കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയിലും വ്യക്തിത്വ വികാസത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും ഗൃഹാന്തരീക്ഷം നേരിട്ട് മനസ്സിലാക്കുന്നതിന് ഒരു കൈത്താങ്ങ് നൽകുന്നതിനുമായി വീടിനകം വിദ്യാലയം എന്ന പേരിൽ നടത്തിവരുന്ന ഗൃഹസന്ദർശന പരിപാടി വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളിലെ സർഗാത്മക ശേഷി വളർത്തുന്ന പാട്ട് ക്ലാസുകളും കായികാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഫുട്ബോൾ, കബഡി, ക്രിക്കറ്റ് തുടങ്ങിയ ക്യാമ്പുകളും നമ്മുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൽ കായികത്തിനുള്ള സ്ഥാനം ചെറുതല്ല. കുട്ടികളുടെ കായികശേഷി വികസനത്തിനായി കരാട്ടെ, ക്രിക്കറ്റ്, ഫുട്ബോൾ, തായ്ക്കൊണ്ടോ എന്നീ കായിക ഇനങ്ങളുടെ പരിശീലനം ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. തൃശൂർ ജില്ലയിലെ വിദ്യാർത്ഥികളെ അവരുടെ IAS സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രാപ്തരാക്കുന്ന അനന്താഭിമാൻ സ്കോളർഷിപ്പ് പദ്ധതിയിൽ നമ്മുടെ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഉത്തര, ഗൗരിക എന്നിവർ സമ്മാനാർഹരായി. കൂടാതെ മാർ ബസേലിയോസ് LP സ്കൂളിൽ വെച്ച് നടന്ന വിജ്ഞാനോത്സവം പരീക്ഷയിൽ ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നമ്മുടെ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളതും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ സമത്വവും അച്ചടക്കവും ഉറപ്പാക്കുന്നതിനൊപ്പം കൂടുതൽ സൗകര്യപ്രദവും ആകർഷകവുമായ വസ്ത്രധാരണം എന്ന ഉദ്ദേശത്തോടുകൂടി സ്പെഷ്യൽ യൂണിഫോം വിതരണം ചെയ്തു. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിപാലന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പഴങ്ങി ഹെൽത്ത് സെൻ്ററിലെ നഴ്സുമാർ മാസം തോറും സ്കൂളിൽ സന്ദർശനം നടത്തുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സുപ്രധാന വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. ബുദ്ധിയുടെ പിൻബലത്തോടെ തൻ്റെ കായികശേഷി നിർവഹിക്കുമ്പോൾ മണ്ണിൽ സ്വർഗം രചിക്കാൻ മനുഷ്യന് കഴിയുന്നു. ആ ഉദ്ദേശത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ വാർഷിക കായികോത്സവം 40S 2026 ആവേശകരമായ പരിപാടികളോടെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ ഷനോജ് മാസ്റ്റർ പതാക ഉയർത്തുകയും മാർച്ച് പാസ്റ്റോടെ തുടക്കം കുറിക്കുകയും ചെയ്തു. കായികോത്സവത്തിന് മുന്നോടിയായി നടന്ന ആകർഷകമായ മാർച്ച് പാസ്റ്റിൽ 4 ഹൗസുകളിലെ വിദ്യാർത്ഥികൾ അണിനിരന്നു. നിറപ്പകിട്ടാർന്ന പുതിയ യൂണിഫോമോടെയാണ് വിദ്യാർത്ഥികൾ ഈ പരിപാടിയെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചത്. ശേഷം വിവിധ ഇനങ്ങളിലുള്ള മത്സരങ്ങൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഹൗസുകൾക്ക് വേണ്ടി ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്തു. അതിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ചിറക്കൽ മുതൽ പഞ്ചായത്ത് വരെ നടന്ന പരിപാടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, PTA, MPTA, സ്കൂൾ മാനേജർ, മറ്റു വ്യാപാരി വ്യവസായി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപ്തിയും തുടർച്ചയും മനസ്സിലാക്കുന്നതിലേക്ക് തലമുറകളെ വളർത്തുന്നത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനായി അധ്യാപകരോടൊപ്പം തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത രക്ഷിതാക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അതിനോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഉന്നമനത്തിനായി സഹകരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പെങ്ങാമുക്ക് ട്രീറ്റ് എന്ന ഫുഡ് ഫെസ്റ്റ് 2026 ഫെബ്രുവരി 6 സ്കൂൾ അങ്കണത്തിൽ നടന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ മേളയുടെ പ്രധാന ആകർഷണമായിരുന്നു. മലബാർ വിഭവങ്ങൾ മുതൽ തനത് കേരളീയ ഭക്ഷണങ്ങളും വിദേശീയമായ വിഭവങ്ങളും വിവിധ പാനീയങ്ങളും സ്റ്റാളുകളിൽ ഉണ്ടായിരുന്നു. ഈ രുചിമേളയിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വലിയ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ടീം വർക്ക്, സഹകരണം, ക്രിയേറ്റീവ് ചിന്ത എന്നിവ പഠിക്കാൻ ഈ പരിപാടി സഹായിച്ചു. നമ്മുടെ വിദ്യാഭ്യാസം പരിഷ്കരണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് അത് നവീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ മിനിമം മാർക്ക് ഇല്ലാത്തവരെ പ്രത്യേക പരിശീലനം നൽകി പുനർപരീക്ഷ എഴുതിപ്പിക്കുന്നതും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വർഷങ്ങളായി നടത്തിവരുന്ന അധിക പിന്തുണ ക്ലാസും അതിൻ്റെ ഭാഗമായി വിലയിരുത്താം. ഇനിയും ഉയരങ്ങളേറെ കീഴടക്കാനുണ്ട്. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. സഹവർത്തിത്വവും സഹകരണവും ശക്തമാക്കിയ നമ്മുടെ വിദ്യാലയം ഇന്ന് ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ ലഭിച്ച എല്ലാ പിന്തുണകൾക്കും നന്ദി അറിയിച്ചുകൊണ്ടും വരും നാളുകളിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചും കൊണ്ടും ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു.